ബിസിനസ് കോൺക്ലേവ് 5ാമത്തെ എഡിഷനാണ്. ഇത് രേണു ശ്രീരഞ്ജ് അവരാണ് ഇതിന്റെ പ്രോഗ്രാം ചെയർപേഴ്സൺ. സന്ധ്യ ചാടകൊണ്ടാണ് നമ്മുടെ സ്വപ്ന ബാലസുബ്രഹ്മണ്യൻ TMH അക്ഷറാണ് ഇതിന്റെ റോക്കറ്റ് പിച്ച് എന്നുള്ള ഇതിന്റെ കോർഡിനേറ്ററാണ്. TMH സെക്രട്ടറി ഷാജി. ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ രേണു ശ്രീരഞ്ജ് കൊടുക്കുന്നു. വിമൺ ഇൻ ബിസിനസ് കോൺക്ലേവ്, അതായത് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ നടത്തുന്ന 5ാമത്തെ എഡിഷനാണ്. TMA ICL വിമൺ ഇൻ ബിസിനസ് കോൺക്ലേവ് എന്നാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സാധാരണഗതിയിൽ തൃശ്ശൂർ ഇങ്ങനൊരു സ്ത്രീ കൂട്ടായ്മ എന്നുള്ളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ അത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മളതുപോലെ മെട്രോസിലൊക്കെ കുറേ കാണുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 5 കൊല്ലം മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പം കുറച്ചും കൂടെ വ്യാപകമായി നമുക്ക് വരുന്നുണ്ട്. നമ്മൾ തൃശ്ശൂരുള്ള സ്പീക്കേഴ്സ് മാത്രമല്ല, നമ്മൾ ഔട്ട്സൈഡ് കേരള, അതേപോലെ കേരള എല്ലാം നല്ല എമിനൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സിനെ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമുക്ക് ഈ പ്രാവശ്യമുള്ളൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോർപ്പറേഷൻ മേയർ തന്നെ ഒരു ലേഡിയാണ്. അപ്പം മാഡം ആണ് നമുക്ക് നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്യുന്നത്. അതുപോലെ ഈ പ്രാവശ്യം നമ്മുടെ ഒരു തീം എന്ന് പറയുന്നത് ഗിവ് ടു ഗെയിൻ ആണ്. അത് ഇന്റർനാഷണൽ വിമൻ, ഈ പ്രാവശ്യത്തെ ഇന്റർനാഷണൽ വിമൻ ഡേയുടെ ഒരു തീമാണ് ഗിവ് ടു ഗെയിൻ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ എടുത്തു, കാരണം അതൊരു പുതുമയുള്ള കാര്യമാണ്. നമ്മൾ ഗിവ് ടു ഗെയിൻ, കൊടുക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ചാരിറ്റി എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗിവ് ടു ഗെയിൻ ആണ്. നമ്മൾ കൊടുക്കുന്തോറും നമ്മൾ നേടുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് ഈ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കാശായിട്ടോ ഇതായിട്ടോ റിസോഴ്സായിട്ടോ ഉള്ള കൊടുക്കുന്നതല്ല. നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നോളജ്, നമ്മുടെ സമയം, നമ്മുടെ വാല്യൂ, നമുക്ക് എത്രത്തോളം അവർ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വാല്യൂസ്, അതാണ് ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മളവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ നമുക്ക് കുറേ നല്ല സ്പീക്കേഴ്സ് ഉണ്ട്. മേയർ കൂടാണ്ട് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ CEO ലക്ഷ്മി മേനോൻ, ദെൻ മേരി ജോസഫ്, ഷീ ഈസ് എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ആൻഡ് പിന്നെ നമുക്ക് ശ്രീഷ രവീന്ദ്രൻ ഉണ്ട്. ആളൊരു ഹിമാലയ സംമിത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹിമാലയ കീഴടക്കിയ ഒരു ലേഡിയാണ്. പിന്നെ നമുക്ക് റോഷിനി, നമുക്ക് വൈറലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജഗോപാലയ്ക്ക് അനായാസം കീഴ്പ്പെടുത്തുന്ന ഒരു ആള്. അപ്പോൾ ആളുടെ അനുഭവങ്ങൾ, അതേപോലെ ഭൂമിക എന്ന് പറഞ്ഞൊരു ബോഡി ബിൽഡർ ഉണ്ട്, നമുക്ക് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം ഇതൊരു അൺകൺവെൻഷണൽ ആയിട്ട് ഉള്ള ഒരു പാനൽ ഡിസ്കഷൻ ആയിരിക്കും. അൺകൺവെൻഷണൽ വേ ഹൗ ദേ ഹാവ് ബീൻ ഡീലിംഗ് വിത്ത് ദിസ് എന്നുള്ളത്. പിന്നെ നമുക്ക് ജിലു എന്ന് നമ്മൾ AI എന്നൊരു സബ്ജക്റ്റാണ്. അപ്പം AI കുറിച്ച് കൂടുതൽ നമുക്ക് ഒരു ക്ലാസ് പോലെ തരാനാണ് ജിലു എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് സ്പീക്കറുണ്ട്. അതുപോലെ ഗായത്രി, ഷീ ഈസ് HR ഹെഡ് ഓഫ് സീമെൻസ്. അതേപോലെ പൂർണിമ, ഷീ ഈസ് ഓൾസോ ദ ഫോമർ മിസ്സസ് കേരള ആയിരുന്നു, ഒരു HR പ്രൊഫഷണലാണ്. ഇവരുടെ ഒരു ഇത് നമ്മൾ AI അതേപോലെ ജെൻസി കുറിച്ചിട്ടാണ് നമ്മൾ സംസാരം വരാം. പിന്നെ നമുക്ക് ഒരു ഫയർസൈഡ് ചാറ്റ് ഉണ്ട്. അതിൽ പൂർണിമ ഇന്ദ്രജിത്താണ് നമുക്ക് വരുന്നത്. കാരണം ആളൊരു ഓൺടർപ്രണർ ആണ്. ബാക്കി എല്ലാ തലങ്ങളിലും തിളങ്ങി നിൽക്കുന്ന, വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ലേഡീസിന്. ഹൗ ടു ഹാൻഡിൽ തിങ്സ് വളരെ നന്നായി നമുക്കൊരു ചർച്ചയ്ക്ക് ഉള്ളൊരു അവസരമുള്ളൊരു വേദിയായിരിക്കും അവിടെ. അതേപോലെ നമുക്ക് ശൈലജ നായർ BPCLന്റെ സ്ട്രാറ്റജി ബിൽഡിംഗ്, അതേപോലെ ബ്രാൻഡ് ബിൽഡിംഗ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. കാരണം നമുക്ക് ഇതിൽ കൂടുതൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് ഉണ്ട്, ഓൺടർപ്രണേഴ്സ്, ലേഡീസ് ഉണ്ട്, കുറച്ച് സ്റ്റുഡൻസിന് ഞങ്ങൾ സ്പോൺസറും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് 999 ആണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഇത് നമുക്ക് വാലറ്ററി ഫംഗ്ഷനിൽ മീനാക്ഷി ലേഖിയാണ് വരുന്നത്, നമ്മുടെ ഫോർമർ MP, മിനിസ്റ്റർ എക്സ്റ്റേണൽ അഫയേഴ്സ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിരുന്നു. ആളായിരിക്കും അതിൻ്റെ വരുന്നത്. അതിന് കൂടുതൽ നമുക്ക് വളരെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന വേറൊരു കാര്യമാണ് റോക്കറ്റ് പിച്ച് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതും ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വരുന്നതാണ്. അതിൽ 3 കണ്ടസ്റ്റൻസ് ആണ് ലാസ്റ്റ് നമുക്ക് വരുന്നത്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഇതിൻ്റെ കൺവീനർ സ്വപ്നയ്ക്ക് ഞാൻ കൈമാറുന്നു. റോക്കറ്റ് പിച്ച് ബിസിനസ് മത്സരം തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷനും BPCLും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന കേരളത്തിലെ വനിതാ സംരംഭകർക്കായിട്ട്, ചെറുകിട വനിതാ സംരംഭകർക്കായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് മത്സരമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നടത്തി വരുന്ന ഒരു ഇതാണ്. തൃശ്ശൂർ ജില്ലയും അയൽ ജില്ലകളായ എറണാകുളം, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നാണ് നമുക്ക് ഇതിനുള്ള അപേക്ഷകളൊക്കെ കിട്ടിയത്. അതിൽ നിന്നും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് നമ്മൾക്ക്
ഓൺലൈൻ ഇൻ്റർവ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ, നേരിട്ടുള്ള ഇൻ്റർവ്യൂ നമ്മളുടെ സെമി ഫൈനൽ ഇവിടെ തൃശ്ശൂർ വെച്ച് നടത്തുകയുണ്ടായി. അതിൽ നിന്നും നമ്മൾ അവസാനം ഇപ്പോൾ ഒരു 3 ടോപ്പ് 3 ഫൈനലിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ റോക്കറ്റ് പിച്ചിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വിമൻ ഇൻ ബിസിനസ് കോൺക്ലേവ് 2026 വേദിയിൽ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കൂടുതൽ ബിസിനസ് പരിചയമുള്ളവർ, 5 തൊട്ട് 30 എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യുന്ന വനിതാ സംരംഭങ്ങൾ, അവർക്കാണ് ഇതിൽ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഇതാണ് റോക്കറ്റ് പിച്ചിൻ്റെ ഒരു ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസ് 1 lakh ആണ്, സെക്കൻഡ് പ്രൈസ് 50,000, തേർഡ് പ്രൈസ് 25,000. അങ്ങനെയാണ് ഇതിന് സമ്മാനത്തുക വരുന്നത്. സ്പോൺസേഴ്സ് BPCL ആണ്. നമുക്ക് ഈ അപേക്ഷകൾ കിട്ടിയിട്ടുള്ളത് 20ഓളം അപേക്ഷകളാണ് വനിതാ സംരംഭകരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 3 ഫൈനലിസ്റ്റ് ആണ്. ഗ്രാൻഡ് ഫിനാലയിൽ അവർ ഇപ്പോൾ വിമൻ ബിസിനസ് കോൺക്ലേവ് നടക്കുന്ന ഹയാത്ത് റീജൻസിയിൽ ഇവരുടെ കേസ് പ്രസൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അവരുടെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ കാണിക്കുന്നുണ്ടാവും. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ മത്സരത്തിൻ്റെ സമ്മാനം തീരുമാനിക്കുന്നുണ്ടാവും.